മരുത്തോർവട്ടം ശ്രീനാരായണ ധർമ്മസഹായ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മരുത്തോർവട്ടം ശ്രീനാരായണ ധർമ്മസഹായ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും സൗജന്യ പഠനോപകരണ വിതരണവും മുതിർന്ന സംഘങ്ങൾക്ക് ആദരവും നൽകി. കൃഷി മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് BS ബൈജു അധ്യക്ഷത വഹിച്ചു. പി ബാബു സ്വാഗതവും ആർ ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മുൻ MP AM ആരിഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പഠനോപകരണ വിതരണവും ചേർത്തല സ്വാതന്ത്ര്യം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി B വിനോദ് മുതിർന്ന സംഘങ്ങളെ ആദരിക്കുകയും ചെയ്തു. ആ കാലം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉള്ളവരാരും തലവരിച്ചവർ എത്ര വളരെ കുറവാണ്. മറ്റുള്ളവർക്ക് ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കുമാരനാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വരികൾ ഉദ്ധരിച്ചാൽ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. പ്രായമുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞതെന്താണെന്ന് മനസ്സിലാവും. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനെ കാണാൻ പോലും പാടില്ല ആര്? സവർണന്മാർ. അങ്ങനെ വിലക്കിയിരുന്നൊരു കാലഘട്ടത്തെ കുറിച്ചാണ് കുമാരനാശാൻ പറഞ്ഞത്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. ഗുരുദേവൻ അതിനെ ഉദ്ധരിച്ച വാക്ക് നരൻ അശുദ്ധ വസ്തു. നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അശുദ്ധ വസ്തു. ഈ അത്രത്തോളം വിലക്കേർപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ അത് പ്രകൃതിയുടെ പ്രതിഭാസം തന്നെയല്ലേ? ഇങ്ങനെ നാലായി തിരിച്ചിരിക്കുന്ന പോലെ പ്രകൃതിയിലും ഇതെല്ലാം കാണാൻ പറ്റുമല്ലോ. ഈ മാവിന്റെ ഇല നോക്കിയാൽ നല്ല തളിരിലയുണ്ട്, ദൃഢമുള്ള ഇലയുണ്ട്, പല വിധത്തിലുള്ള ഇലകൾ ഒരു ശാഖയിൽ തന്നെ, ഒരു കമ്പിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഗുരുദേവനോടൊരു തർക്ക ചോദ്യം മഹാത്മാഗാന്ധി ഉന്നയിക്കും.